ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. നമുക്ക് മടി പിടിച്ചിരിക്കുന്ന സമയത്തൊക്കെ ഒരു ബിരിയാണി കഴിക്കണമെന്ന് തോന്നിയാൽ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് കുറച്ച് സമയം വേണമല്ലോ. നമുക്ക് ഉള്ളി തക്കാളിയൊക്കെ വഴറ്റി ഓരോ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് അത് വഴറ്റി അങ്ങനെ ഒരുപാട് സമയം വേണം. ഇതൊന്നും ആവശ്യമില്ലാതെ തന്നെ ഉള്ളിയും തക്കാളിയൊന്നും വഴറ്റാതെ പെട്ടെന്ന് തന്നെ എന്നാൽ ടേസ്റ്റിൽ ഒട്ടും കുറവില്ലാതെ നമുക്കൊരു അടിപൊളി ബിരിയാണി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ബിരിയാണി തയ്യാറാക്കാനായിട്ട് ഇവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫ് ബിരിയാണിയാണ് ഇവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. ഇവിടെ 600 ഗ്രാമോളം ബീഫ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 സവാള, മീഡിയം സൈസിലുള്ള സവാളയാണ്, അത് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 2 വലിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് 2 ടേബിൾ സ്പൂൺ അത് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ തൈര്, 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഇവ കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ ടർമറിക് പൗഡർ, 3/4 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇവ കൂടി ചേർത്ത് കൊടുത്ത് നല്ല പോലെ നമുക്ക് ഇവയെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെയെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അല്ലെങ്കിൽ അപ്പോൾ തന്നെ നമുക്കിത് വേവിച്ചെടുക്കാം. ഇത് വേവിച്ചെടുക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല നമ്മൾ. ബീഫ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ 8 മുതൽ 12 വിസിൽ വരെ അടുപ്പിക്കണം. ഓരോ ബീഫിനനുസരിച്ചും വ്യത്യാസമുണ്ടായിരിക്കും. അല്ലെങ്കിൽ 5 വിസിൽ അടുപ്പിച്ച് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക. ഇവിടെ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് തീ ഓഫ് ചെയ്ത് ഫുൾ പ്രഷർ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഇനി നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ബീഫിൽ നിന്ന് വെള്ളമെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ബീഫ് നല്ലപോലെ വെന്തും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓൺ ചെയ്ത് ഇത് ഗ്യാസിൽ വെച്ച് ഇതിലെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. ഏകദേശം വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. 4-5 അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്തതും 2 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടി ഒന്ന് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ബീഫിലെ വെള്ളം ഏകദേശം വറ്റിക്കഴിഞ്ഞാൽ നമുക്കിത് ചേർത്ത് കൊടുക്കാം. എല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്കിത് ചെറിയ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. ഈ സമയത്ത് ഇതിലേക്കുള്ള ചോറ് തയ്യാറാക്കിയെടുക്കാനായിട്ട് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഓൾ സ്പൈസസും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണോളം ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിന് പകരമായിട്ട് നമുക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുത്താലും മതി. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം നല്ല പോലെ തിളച്ച് വന്നാൽ നമുക്ക് ഇതിലോട്ട് കഴുകി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കണം. ഇവിടെ ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. അരി ഒരു 3/4 വേവ് ആവുന്നത് വരെ വേവിച്ചെടുത്താൽ മതി. അതിനുശേഷം നമുക്കിത് ഊറ്റിയെടുക്കാം. ഇതിന് പകരം നമുക്ക് നെയ്ച്ചോറ് വെക്കുന്നത് പോലെയും വെക്കാം. പക്ഷെ അരി ഫുള്ളായിട്ട് വേവിക്കാൻ പാടില്ല. ഇനി ബിരിയാണി ദം ചെയ്യാം. അതിനു വേണ്ടി പകുതി റൈസ് നമുക്ക് മസാലയുടെ മുകളിലോട്ടായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ മല്ലിയില, ഗരം മസാല, വറുത്ത് വെച്ച ഉള്ളി, നെയ്യ് ഇവയെല്ലാം ചേർത്ത് കൊടുക്കാം. പിന്നെ ബാക്കിയുള്ള റൈസ് കൂടി ചേർത്ത് കൊടുത്ത് അതിന് മുകളിലും സെയിം ഇതുപോലെ തന്നെ ചെയ്യാം. പിന്നെ മസാലയിൽ നിന്ന് കുറച്ച് നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടി തക്കാളി പീസസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ലെമൺ ജ്യൂസ് കൂടി മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി കുക്കറിൻ്റെ ലിഡ് അടച്ചു വെച്ചിട്ടാണ് നമ്മൾ ഇത് ദം ചെയ്തെടുക്കുന്നത്. ആദ്യത്തെ 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും അതിനുശേഷം 5 മിനിറ്റ് ലോ ഫ്ലെയിമിലും ഇട്ടാണ് ഇത് ദം ചെയ്യുന്നത്. അതിനുശേഷം നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കുക്കർ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി ഫുള്ളായിട്ട് വലിയൊരു പാത്രത്തിലേക്ക് കൊട്ടിയെടുക്കുകയാണ്. മസാല അടിയിൽ കരിഞ്ഞു പിടിച്ചിട്ടൊന്നുമില്ല. ഇനി ഇത് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് വിളമ്പാം.
അടുക്കളയിൽ കൂടുതൽ സമയം ഒന്നും ചിലവഴിക്കാതെ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി റെസിപ്പിയാണിത്. എന്നാൽ ടേസ്റ്റിൽ ഒട്ടും പിന്നിലല്ല. അപ്പോൾ വീണ്ടും പുതിയ റെസിപ്പിയുമായി വരാം. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.